ശക്തമായ മഴയിൽ ഷൊർണൂരിലെ പല പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായി. രാവിലെ പെയ്ത കനത്ത മഴയിൽ ജലസേചന വകുപ്പ് ഓഫീസിൽ വെള്ളം കയറി. മാമ്പറ്റക്കുണ്ട് റോഡിൽ വൻ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ശക്തമായ മഴയിൽ ഷൊർണൂരിലെ പല പ്രദേശങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടത്. തകർച്ചയിലായ ഷൊർണൂർ കുളപ്പുള്ളിപാത വെള്ളത്തിനടിയിലായത് അപകട ഭീഷണി സൃഷ്ടിച്ചു. കനത്ത മഴയിൽ ഷൊർണൂരിൽ ജലസേചന വകുപ്പ് ഓഫീസിൽ വെള്ളം കയറി. ഓഫീസിലേക്ക് വെള്ളം ഇരച്ചെത്തുന്നത് കണ്ട 10ലധികം ജീവനക്കാർ മേശയ്ക്ക് മുകളിൽ കയറി നിൽക്കേണ്ടി വന്നു. മഴ ശക്തമായതോടെ ഓഫീസിലേക്ക് കൂടുതൽ വെള്ളം ഇരച്ചെത്തി. തുടർന്ന് ജീവനക്കാരുടെ നേതൃത്വത്തിൽ ഓഫീസിനു മുന്നിൽ കല്ലുകൾ നിരത്തിയാണ് ഒഴുക്ക് ഭാഗികമായി തടഞ്ഞത്. വെള്ളക്കുത്തിൽ ജലസേചന വകുപ്പ് ഓഫീസിലെ സേവനങ്ങൾ തടസ്സപ്പെട്ടു. കെട്ടിടത്തിലേക്കുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു. ജീവനക്കാരുടെ നേതൃത്വത്തിൽ ശുചീകരണം നടത്തിയ ശേഷം ഉച്ചയോടെയാണ് സേവനം പുനരാരംഭിച്ചത്. പാതയിലെ വെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. കനത്ത മഴയിൽ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ മാമ്പറ്റക്കുണ്ട് റോഡിലും പരിസരത്തെ വീടുകളിലും വെള്ളം കയറി. പ്രദേശത്ത് 12ഓളം വീടുകളുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മാമ്പറ്റക്കുണ്ട് ഭാഗത്തേക്ക് ഡ്രെയിനേജ് സംവിധാനം കാര്യക്ഷമമല്ലാത്തതാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്. റെയിൽവേ സ്റ്റേഷന് സമീപത്തെ തിയേറ്ററിന് പിന്നിലുള്ള റോഡും വെള്ളത്തിനടിയിലായി. എല്ലാ മഴക്കാലത്തും പ്രദേശത്തുണ്ടാകുന്ന വെള്ളക്കെട്ട് സംബന്ധിച്ച് നഗരസഭയ്ക്ക് പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. ഇത് മെയിൻ ഒരു കമ്മാനുണ്ട്. ആ കമ്മാനത്തിൽ കൂടെ വെള്ളം പോവുകയാണെങ്കിൽ ഈ പ്രശ്നം തന്നെ വരില്ല. ഇത് ഈ മേളത്തിൻ്റെ അടിയിൽ കൂടെ 2 ഓവുചാല് മാത്രമുണ്ട്. ആ ഓവുചാലിൽ കൂടെ ഈ ലോകത്തുള്ള വെള്ളം മുനിസിപ്പാലിറ്റീൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങളാണ്. മുനിസിപ്പാലിറ്റി പൊതുവാൾ ജംഗ്ഷൻ ആ ഭാഗത്തുനിന്ന് എല്ലാ വെള്ളം വന്നിട്ട് ഈ 2 ഓവ് കൂടെ പോകണത്. ഈ കമ്മാനത്തിൽ കൂടെ കമ്മാനം ശരിയാക്കുകയാണെങ്കിൽ ആ വെള്ളങ്ങളൊക്കെ ഒഴിഞ്ഞു പോകും. ഇവിടെ നിന്ന് ആ ബുദ്ധിമുട്ടുകൾ ഒഴിവായി കിട്ടും. ഇത് വരുന്നവരുടെ അടുത്തൊക്കെ പറയുന്നുണ്ട്, ഓരോ ഇലക്ഷൻ നടക്കുമ്പോഴും പറയുന്നുണ്ട്. ആരും എല്ലാ വർഷവും കയറുന്നുണ്ട്. ഇപ്പോൾ ഈ 2018 കഴിഞ്ഞ പിന്നെ എല്ലാ വർഷവും കയറുന്നുണ്ട്. ഉച്ചയ്ക്ക് മഴ കുറഞ്ഞതോടെയാണ് വീടുകളിൽ കയറിയ വെള്ളം ഇറങ്ങിയത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ.